നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഇന്ന് പുതിയത്തെ ടോപ്പിക്കിലോട്ട് പോവാം. നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു. ആദ്യം എന്താണ് പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പഠിച്ചു. എന്താണ് സിമ്പിളായിട്ട് പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ, ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ആ പ്രോജക്റ്റിനെ നമ്മൾ ദീർഘമായിട്ട് അസസ് ചെയ്യുകയാണ്, പഠനം നടത്തുകയാണ്. ആ പ്രോജക്റ്റ് നമ്മൾ ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യുന്നതിനാണ് പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഈ പ്രോജക്റ്റ് അപ്രൈസൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കോസ്റ്റും ബെനിഫിറ്റും തമ്മിലുള്ള അനാലിസിസ് നടത്തും. കോസ്റ്റ് കൂടുതലാണ്, ബെനിഫിറ്റ് കുറയാണെങ്കിൽ നമ്മൾ ആ പ്രോജക്റ്റ് റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. കോസ്റ്റ് കുറവാണ് പക്ഷേ ബെനിഫിറ്റ്സ് ആണ് കൂടുതലെങ്കിൽ ആ പ്രോജക്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയും. അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോജക്റ്റ് ഫൈനാൻഷ്യലി വയബിൾ ആണ്, ഫീസിബിൾ ആണ് എന്നെല്ലാം പറഞ്ഞു. നമ്മൾ പ്രോജക്റ്റ് അപ്രൈസൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ആസ്പെക്ട്സ് ഓഫ് പ്രോജക്റ്റ് അപ്രൈസൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ടെക്നിക്കൽ അപ്രൈസൽ, മാനേജ്മെൻറ്റ് അപ്രൈസൽ, എൻവയൺമെൻറ്റ് അപ്രൈസൽ, മാർക്കറ്റ് അപ്രൈസൽ, ഇക്കണോമിക് ആൻഡ് ഫൈനാൻഷ്യൽ അപ്രൈസൽ, പിന്നെ സോഷ്യൽ അപ്രൈസൽ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഇനി നമ്മൾ ടൂൾസ് ഓഫ് പ്രോജക്റ്റ് അപ്രൈസൽ, അതായത് എങ്ങനെയാണ് നമ്മളൊരു പ്രോജക്റ്റ് അപ്രൈസൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന, എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് അപ്രൈസൽ ചെയ്യുന്നത്, അതിനായിട്ട് എന്തൊക്കെ മെത്തേഡ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്യും എന്നാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ടൂൾ നമ്മൾ പറഞ്ഞു എന്തുവാണ്? പേ ബാക്ക് പീരീഡാണ്. എന്തുവാണ്? പേ ബാക്ക് പീരീഡാണ് ആദ്യത്തെ ടൂൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു ആദ്യത്തെ ടൂള് പേ ബാക്ക് പീരീഡാണെന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മെത്തേഡിൻ്റെ പേര് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്, മൂന്നാമത്തെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്, നാലാമത്തെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ IRR എന്നൊക്കെ നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. നമുക്ക് ആദ്യത്തെ മെത്തേഡ് പിടിക്കാം, അതായത് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. സോ പേ ബാക്ക് പീരീഡ് മെത്തേഡ് നമ്മൾ ഷോർട്ടായിട്ട് പറയും PBM മെത്തേഡ് എന്നൊക്കെ പറയും ഷോർട്ടായിട്ട്. അപ്പോൾ എന്താണ് നമുക്ക് പേ ബാക്ക് പീരീഡ് മെത്തേഡ് നോക്കാം. പേ ബാക്ക് പീരീഡ് മെത്തേഡ് ഷോസ് ദ പീരീഡ് ടേക്കൺ ടു റീകൂപ്പ് ദ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് ആ പ്രോജക്റ്റിന് നമ്മളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രിവാൻഡ്രം മെട്രോ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ട്രിവാൻഡ്രം മെട്രോയിന് നമ്മൾ എത്ര കോസ്റ്റ് ആവുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 11,560 റുപ്പീസ്, 60 crores ആണ് ട്രിവാൻഡ്രം മെട്രോയുടെ കോസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ആ കോസ്റ്റ് തിരിച്ച് റിക്കവർ ചെയ്യാൻ എത്ര വർഷം എടുക്കും, അതിനെയാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ട്രിവാൻഡ്രം മെട്രോ ആണ്, ഞാൻ എക്സാമ്പിൾ പറയാം. ട്രിവാൻഡ്രം മെട്രോയ്ക്ക് നമുക്ക് 11,560 crores ആണ് നമ്മളെ കോസ്റ്റ് എന്ന് പറഞ്ഞു. അതായത് ഈ മെട്രോയ്ക്ക് ഫുള്ളായിട്ട് ചിലവാകുന്ന എമൗണ്ട്. ഈ കോസ്റ്റ് നമുക്ക് ആദ്യത്തെ വർഷം തന്നെ ഈ 11,560 കോടി നമുക്ക് തിരിച്ച് വരുമാനമായിട്ട് കിട്ടത്തില്ലല്ലോ. ഒരു കുറച്ച് വർഷം എടുക്കും. ഈ 11,560 കോടി ചിലപ്പോൾ ഒരു 10 വർഷം കൊണ്ടാണ് നമുക്ക് തിരിച്ച് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നത്. ആ 10 വർഷം കഴിഞ്ഞതിന് ശേഷമേ ചിലപ്പോൾ ലാഭം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ 10 വർഷമാണ് എടുക്കുന്നതെങ്കിൽ ആ പ്രോജക്റ്റിൻ്റെ പേ ബാക്ക് പീരീഡ് എത്രയാണ്? പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ 10 വർഷമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോജക്റ്റിൽ ഒരു മിനിമം എമൗണ്ട് ഓഫ് മണി ഇൻവെസ്റ്റ് ചെയ്യും. ആ പൈസ നമ്മൾ തിരിച്ച് റിക്കവർ ചെയ്യാൻ എത്ര വർഷം എടുക്കും, അതിനെയാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഈ റീകൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചെടുക്കുക അല്ലെങ്കിൽ റിക്കവർ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ. In other words, payback period is the period within which the total cash inflows from the project, very important, total cash inflows from the project equals the cost of the project. അതായത് നമ്മൾ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റിന് ഈക്വൽ ആവുന്നത് ആ പീരീഡിനാണ്. എപ്പോഴാണോ അത് ഈക്വൽ ആവുന്നത്, ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ എപ്പോഴാണോ കോസ്റ്റിന് ഈക്വൽ ആവുന്നത്, അതിനെയാണ് നമ്മൾ പറയുന്നത് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പ്രോജക്റ്റിൽ ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് പൈസ അല്ലെങ്കിൽ തുക നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ആ തുക തിരിച്ച് നമ്മൾ റിക്കവർ ചെയ്യാൻ എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡിനെയാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത് നമുക്കിപ്പം ഈ 11,560 കോടി ആണ് കോസ്റ്റ്. ഇതിലിപ്പോൾ ആദ്യത്തെ വർഷം നമുക്ക് ചിലപ്പം 2,000 കോടിയായിരിക്കും കിട്ടുന്നത്. രണ്ടാമത്തെ വർഷം നമുക്ക് വീണ്ടും ഒരു 2,000 കോടിയായിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ മൂന്നാമത്തെ വർഷം നമുക്ക് ഒരു 7,000 കോടിയായിരിക്കും കിട്ടുന്നത്. നാലാമത്തെ വർഷം നമുക്ക്, ഫോർത്ത് ഇയർ
560 കോടിയായിരിക്കും കിട്ടുന്നത്. 4ാമത്തെ ഇയറിലായിരിക്കും നമ്മൾ തിരിച്ച് ഫുൾ എമൗണ്ട് റിക്കവർ ചെയ്യുന്നത്. അപ്പം എത്രയാണ് പേ ബാക്ക് പീരീഡ് എന്ന് ചോദിച്ചാൽ 4 years ആണ് പേ ബാക്ക് പീരീഡ്. കാര്യം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 11,560 കോടി കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ 4 വർഷം എടുത്ത് നമുക്ക് ഈ 11,560 ബിസിനസ്സിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ ആ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ. ഈ ഓരോ വർഷത്തും നമ്മൾ റിക്കവർ ചെയ്യുന്ന ഈ എമൗണ്ടിനെ, ഓരോ വർഷത്തും റിക്കവർ ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ക്യാഷ് ഇൻഫ്ലോ അതായത് നമുക്ക് പ്രോജക്റ്റിൽ നിന്ന് കിട്ടുന്ന ഓരോ വർഷത്തെ വരുമാനത്തെയാണ് നമ്മൾ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ. ഈ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്ക സമയത്തും നമ്മളൊരു പ്രോജക്റ്റ് ഇപ്പം 2000 കോടി ഒരു പ്രോജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 5 വർഷം കഴിഞ്ഞ് നമുക്ക് ആ എമൗണ്ട് റിക്കവർ ചെയ്യാമെന്ന് നമ്മൾ പറയുന്നത് ഒരു എസ്റ്റിമേഷനാണ്. അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിൽ നമുക്ക് ആ വാല്യൂ കിട്ടും എന്നുള്ളൊരു പഠനം നടത്തിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അത് ആക്ച്വൽ വാല്യൂ അല്ല. നമുക്കിപ്പോൾ ഒരു പ്രോജക്റ്റിൽ ഒരു 2000 കോടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ ആ 2000 കോടി നമുക്ക് 5 വർഷം കൊണ്ട് നമുക്ക് തിരിച്ച് റിക്കവർ ചെയ്യാം എന്ന് നമ്മളൊരു പഠനം നടത്തി. ഈ പഠനം നമ്മൾ ആക്ച്വലി നമുക്ക് കിട്ടുന്ന എമൗണ്ട് അല്ല. ചിലപ്പോൾ ഇതിനടുത്തുള്ള ഫിഗേഴ്സ് ആയിരിക്കും നമുക്ക് ഭാവി കിട്ടുന്നത്. പക്ഷേ ഇത് നമ്മൾ എന്തോ ചെയ്യുന്നത്, ഒരു എസ്റ്റിമേഷനാണ് ഈ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. കാര്യം നമുക്ക് 2000 കോടി ഇപ്പോൾ പഠനം നടത്തിയപ്പോൾ 11,560 കോടിയായി. ആദ്യത്തെ വർഷം 2000 കോടി കിട്ടും, 2ാമത്തെ വർഷം 2000 കോടി കിട്ടും, 3ാമത്തെ വർഷം 7000 കോടി കിട്ടും, 4ാമത്തെ വർഷം 560 കോടി കിട്ടും. ഇങ്ങനെ നമ്മൾ നടത്തുന്നത് ഒരു എസ്റ്റിമേഷനാണ്. ഇതൊരു എസ്റ്റിമേഷൻ അല്ലെങ്കിൽ നമുക്കൊരു പഠനത്തിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ മുൻകൂട്ടി കാണുന്ന ഒരു ഫോർകാസ്റ്റ് ചെയ്യുന്നതാണെന്ന് നമുക്ക് പറയാം ഈ ക്യാഷ് ഇൻഫ്ലോനെ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇത് യഥാർത്ഥത്തിൽ എപ്പോഴും ഇതേ വാല്യൂ തന്നെ കിട്ടണമെന്നില്ല. പക്ഷെ നമ്മളതൊരു പഠനത്തിൻ്റെ ബേസിസിൽ നമ്മൾ പറയുന്നതിനാണ് ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും നമുക്ക് ഈ പ്രോജക്റ്റിൽ നിന്ന് കിട്ടാൻ പോകുന്ന വരുമാനത്തെയാണ് നമ്മൾ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്നൊക്കെ പറയുന്നത്. അടുത്തത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ മീൻസ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ ആണ്. ഇത് ടൈപ്പ് ചെയ്തപ്പോൾ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് വരുത്തിയതാണ്. ഇത് ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ക്യാഷ് ഇൻഫ്ലോ മീൻസ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ. അതായത് നമുക്ക് ഈ ബിസിനസ്സിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും, ലാഭം കിട്ടും. ഈ ലാഭത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം ടാക്സിന് നമുക്ക് ടാക്സ് അടയ്ക്കണം. മാത്രമല്ല ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുകയും ചെയ്യും. പക്ഷെ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിന് മുമ്പുള്ള എമൗണ്ടിനെയാണ് നമ്മൾ പറയുക പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ. അതായത് നമുക്ക് ബിസിനസ്സിൽ പ്രോഫിറ്റ് കിട്ടും. ഈ പ്രോഫിറ്റിന് ഇതാണ് പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റിന് നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കും. അത് നമ്മൾ ടാക്സ് എപ്പോഴും പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഡിഡക്ട് ചെയ്യും. അപ്പോൾ ഒരു എമൗണ്ട് കിട്ടും. ഇതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇതിന് സാധാരണഗതിയിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. പക്ഷെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ അസറ്റിൻ്റെ വാല്യൂവിനായിരിക്കും. അസറ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിൻ്റെ കോസ്റ്റിനായിരിക്കും നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. നമുക്ക് പക്ഷേ ഇതിൽ നമ്മൾ പറഞ്ഞു നെറ്റ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അതായത് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് നമ്മൾ ടാക്സ് അടച്ചിട്ടുണ്ട്, ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ ആണ്. ബിഫോർ ഡിപ്രീസിയേഷൻ പറഞ്ഞാൽ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. അതായത് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനർത്ഥം നമുക്ക് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ടും കൂടെ ഇതിൽ ആഡ് ചെയ്യേണ്ടി വരും. അതായത് പ്ലസ് ഡിപ്രീസിയേഷൻ, ഇതിൻ്റെ കൂടെ ഒരു ഡിപ്രീസിയേഷൻ്റെ എമൗണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് കിട്ടുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അപ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് നമ്മൾ പറയുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ. അതായത് നമ്മൾ ഡിപ്രീസിയേഷൻ ഇതിന് ചാർജ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം.
ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യും, അല്ല ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് മൈനസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ കിട്ടും. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ പ്രോബ്ലം ചെയ്യാനൊക്കെ നമുക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ എന്തുവാണ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണം. അതായത് പ്രോഫിറ്റ് ക്യാഷ് ഇൻഫ്ലോ മീൻസ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ. അതായത് നമ്മൾ പ്രോഫിറ്റ് നമുക്ക് ബിസിനസ്സിൽ ഈ പ്രോജക്റ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് അല്ലെങ്കിൽ ലാഭത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ടാക്സിൻ്റെ അടുത്ത് നമ്മൾ ടാക്സ് അടയ്ക്കണം. ടാക്സ് അടച്ചാൽ മാത്രം മതിയോ, പോരാ. നമ്മൾ ഡിപ്രീസിയേഷൻ നമുക്ക് ചാർജ് ചെയ്യുന്നതിന് മുമ്പുള്ള എമൗണ്ട് വേണം കൺസിഡർ ചെയ്യാൻ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഏതൊരു അസറ്റ് നമ്മൾ മേടിച്ചാലും അതിന് കാലം ചെല്ലും തോറും ആ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ആ ഡിപ്രീസിയേഷൻ നമ്മളെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ആ ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ പ്രോജക്റ്റിൻ്റെ കോസ്റ്റിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് അടച്ചിട്ടുണ്ട്, കിട്ടിയ പ്രോഫിറ്റിന് നമ്മൾ ടാക്സ് അടച്ചിട്ടുണ്ട്, പക്ഷേ ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്തിട്ടില്ല. അതായത് ഡിപ്രീസിയേഷൻ അതായത് പ്രോഫിറ്റിൻ്റെ കൂടെ ടാക്സിൻ്റെ എമൗണ്ട് നമ്മൾ കുറച്ച് കാണിച്ചിട്ടുണ്ട്, അതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ. അതായത് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് നമ്മൾ കുറച്ചിട്ടില്ല, അതിന് പകരം ഡിപ്രീസിയേഷൻ എമൗണ്ടും കൂടെ ചേർന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് പറയാം എന്തുവാണ് ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് പേ ബാക്ക് പീരീഡ്. ഫസ്റ്റ് വൺ, when annual cash inflows are uniform or equal, then payback period equal to original cost of the project divided by annual cash inflow. അതായത് വേറെ ഒന്നുമല്ല, ഓക്കെ നമ്മൾ ഈ പഠിച്ച കാര്യം തന്നെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് പറയാം. അതായത് എല്ലാ വർഷവും നമുക്ക് ഈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുവാണ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ നമ്മൾ പഠിച്ചായിരുന്നല്ലേ. അതായത് മീൻസ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷനാണ് നമ്മൾ എന്തോ പറയുക ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ഈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം നമുക്ക് കിട്ടുന്ന ആ പ്രോജക്റ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെയാണ് നമ്മൾ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഞാൻ 100 കോടി രൂപ, എത്ര കോടി രൂപ, 100 കോടി രൂപ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതെന്തുവാണ്, ഈ 100 കോടി എന്ന് പറഞ്ഞ പ്രോജക്റ്റിൻ്റെ കോസ്റ്റാണ്. എനിക്ക് ഓരോ വർഷവും ആ പ്രോജക്റ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം 25 കോടി, രണ്ടാമത്തെ വർഷം എനിക്ക് 25 കോടി, മൂന്നാമത്തെ വർഷം തേർഡ് ഇയർ 25 കോടി, നാലാമത്തെ വർഷം 25 കോടി. 4 വർഷം കൊണ്ടാണ് ഞാൻ ഈ പ്രോജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത 100 കോടി എന്ന് പറഞ്ഞ എമൗണ്ട് നമ്മൾ റിക്കവർ ചെയ്തത്. അപ്പോൾ ഈ 4 വർഷത്തെയാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന വരുമാനം നോക്കാം. 25 കോടിയാണ് ആദ്യത്തെ വർഷം കിട്ടുന്ന വരുമാനം, രണ്ടാമത്തെ വർഷം കിട്ടുന്ന 25 കോടിയാണ്, മൂന്നാമത്തെ വർഷവും കിട്ടുന്ന 25 കോടിയാണ്, നാലാമത്തെ വർഷവും കിട്ടുന്ന 25 കോടിയാണ്. അതായത് ഈ 25 കോടി എന്ന് പറഞ്ഞാൽ എന്താണ്, ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആണല്ലേ. ഒരു വർഷം കിട്ടുന്ന വരുമാനം, പ്രോജക്റ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെയാണ് നമ്മൾ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വർഷത്തെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ സെയിം ആണെങ്കിൽ നമ്മൾ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ്. അതായത് ഈ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞാൽ പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് എത്രയാണ് നമ്മൾ പറഞ്ഞാൽ 100 കോടി, 100 ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഓരോ വർഷം നമുക്ക് കിട്ടുന്ന എമൗണ്ട് സെയിം അല്ലേ. 25 കോടി പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ഇയേഴ്സ്. ഇങ്ങനെ കണ്ടുപിടിക്കുക. അതായത് എല്ലാ വർഷവും നമുക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ സെയിം ആണെങ്കിൽ നമ്മൾ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ടൈപ്പിലോട്ട് പോകാം. ഇത് ഞാൻ ആദ്യത്തെ കേസ് പറഞ്ഞു, എല്ലാ വർഷത്തെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ നമുക്ക് ആ പ്രോജക്റ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം എല്ലാ വർഷവും നമുക്ക് സെയിം ആണ് എന്ന് പറഞ്ഞു. വെൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ നോട്ട് യൂണിഫോം, അതായത് ഓരോ വർഷത്ത് ഇപ്പോൾ ഇവിടെ 25 കോടി കിട്ടി ആദ്യത്തെ വർഷം, രണ്ടാമത്തെ വർഷം ചിലപ്പോൾ 35 കോടി ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഓരോ വർഷം കിട്ടുന്ന പ്രോജക്റ്റിൽ നിന്നുള്ള വരുമാനം സെയിം അല്ല
എങ്കിൽ നമ്മൾ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കണം. അണ്ടിൽ ഈക്വൻസ് എപ്പോഴാണോ നമ്മൾ എന്തുവാണ് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കണം. ഇപ്പം നമ്മൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക, നമ്മൾ എന്തുവാണ് പ്രോജക്റ്റിൽ നിന്ന് കിട്ടുന്ന ഓരോ വർഷത്തെ വരുമാനം സെയിം അല്ല എങ്കിൽ നമ്മൾ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കണം. എപ്പോഴാണോ നമ്മുടെ കോസ്റ്റിന് ഈക്വൽ ആവുന്നത്, നമ്മളെ ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ആവുന്നത്, അതിനെയാണ് ആ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ആവുന്ന ആ ടൈമിനെയാണ് നമ്മൾ അവിടെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇത് ഒരു എക്സാമ്പിൾ പറഞ്ഞാലേ ഇത് കുറച്ചും കൂടെ ക്ലിയർ ആവുള്ളൂ. നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് ഈ മെത്തേഡ് പ്യുവർലി ക്ലിയർ ആവും. പേ ബാക്ക് പീരീഡ് മെത്തേഡിൽ പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു പ്രോജക്റ്റിൽ ഒരു നിശ്ചിത എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് നമ്മൾ തിരിച്ച് റിക്കവർ ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ച് നേടാൻ എത്ര സമയമെടുക്കും, അതിനെയാണ് നമ്മൾ എന്ത് പറയുക പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് അതായത് പേ ബാക്ക് പീരീഡ് ഇസ് എ പീരീഡ് വിച്ച് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് ഫ്രം ദ പ്രോജക്റ്റ് ഈക്വൽസ് ടു ടോട്ടൽ കോസ്റ്റ്. അതായത് കോസ്റ്റിന് ഈക്വൽ ആയിരിക്കണം നമ്മളെ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുക പേ ബാക്ക്, ആ ഈക്വൽ ആവുന്ന സമയത്തെയാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് നമ്മളിതൊക്കെ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ ക്യാഷ് ഇൻഫ്ലോ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ക്യാഷ് ഇൻഫ്ലോ മീൻസ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ. നമ്മൾ പ്രോഫിറ്റിന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ പ്രോജക്റ്റിന് കിട്ടുന്ന ലാഭത്തിന് നമ്മൾ ടാക്സ് അടച്ചിട്ടുണ്ട്. ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ പ്രോഫിറ്റിൽ നിന്ന് ടാക്സ് കുറച്ച് കാണിക്കണം. ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ, അതായത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ്റെ വാല്യൂ എല്ലാം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മൈനസ് ചെയ്യും, പക്ഷേ നമ്മളിത് ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഞാൻ പറഞ്ഞു. ക്യാഷ് ഇൻഫ്ലോ, ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഒരു ഫോർമാറ്റ് നമ്മളിവിടെ ജസ്റ്റ് ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞായിരുന്നു. ആനുവൽ ക്യാഷ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ, അതായത് നമ്മൾ കിട്ടിയ ലാഭത്തിന് ടാക്സ് അടച്ചിട്ടുണ്ട് പക്ഷേ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടില്ല. അതായത് പ്രോഫിറ്റ് നമ്മൾ പ്രോജക്റ്റിൻ്റെ പ്രോഫിറ്റിനെ നമ്മൾ എമൗണ്ടിൽ നിന്നും ടാക്സ് എത്ര ശതമാനമാണോ ടാക്സ്, ആ ടാക്സ് നമ്മൾ കുറച്ചു, അപ്പോൾ കിട്ടുന്നതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയും. അതിൻ്റെ കൂടെ നമ്മൾ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ചാർജ് ചെയ്യും. ആ എമൗണ്ടും കൂടെ ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് 2 കണ്ടീഷൻ നമ്മൾ പഠിച്ചായിരുന്നു. അതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നമ്മളെ പ്രോജക്റ്റിൽ നിന്നും കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ സെയിം ആണെങ്കിൽ നമ്മൾ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞാൽ പേ ബാക്ക് പീരീഡ് ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആണ്. പക്ഷേ എല്ലാ വർഷത്തെയും ആനുവൽ ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ എല്ലാ വർഷത്തെയും പ്രോജക്റ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം സെയിം അല്ല എങ്കിൽ നമ്മൾ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കണം. ഏത് സമയത്താണോ ഈ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ നമ്മുടെ എന്തുവാണ് ഈ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റിന് ഈക്വൽ ആവുന്നത്, അതിനെയാണ് അത് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അത് നമുക്കൊരു എക്സാമ്പിൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് പേ ബാക്ക് പീരീഡിൻ്റെ പ്രോബ്ലത്തിലോട്ട് പോവാം. ഫസ്റ്റ് പ്രോബ്ലം ഭയങ്കര എളുപ്പമുള്ള പ്രോബ്ലമാണ്. എ പ്രോജക്റ്റ് കോസ്റ്റ് ₹20 ലക്ഷം ആൻഡ് ആനുവൽ ക്യാഷ് ഫ്ലോ ഈസ് ₹4 lakh. കാൽക്കുലേറ്റ് ഇറ്റ്സ് പേ ബാക്ക് പീരീഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കുക, ചുമ്മാ നമ്മൾ കാണാതെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു പ്രോജക്റ്റ് കോസ്റ്റ് ₹20 ലക്ഷം. അപ്പോൾ ഒരു പ്രോജക്റ്റിന് ആകെയായിട്ട് ചിലവായ തുക എന്ന് പറഞ്ഞാൽ 20 ലക്ഷം രൂപയാണ്. ആൻഡ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ, അതായത് ഓരോ വർഷം വരുമാനം കിട്ടിയത്, ഓരോ വർഷവും കൂടെ നമുക്ക് വരുമാനമായിട്ട് തിരിച്ച് ആ പ്രോജക്റ്റിൽ നിന്ന് കിട്ടിയത് 4 ലക്ഷം രൂപയാണ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. അതായത് നമുക്ക് ആദ്യത്തെ വർഷം ഒരു പ്രോജക്റ്റിൽ നമ്മൾ 20 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ വർഷവും ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും നമുക്ക് കിട്ടിയ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപയാണ്. അതായത് നമ്മൾ മനസ്സിലാക്കുക, ആൻഡ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഇസ് ₹4 lakh. അതായത് ഫസ്റ്റ് ഇയറിൽ 4 lakh ആയിരിക്കും, സെക്കൻഡ് ഇയറിൽ 4 lakh ആയിരിക്കും. അങ്ങനെ നമുക്ക് കിട്ടിയ വർഷങ്ങളിലെല്ലാം കിട്ടിയ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ 4 lakh ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസസിലാണെങ്കിൽ നമ്മൾ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ പറഞ്ഞായിരുന്നു, വെൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഇസ് സെയിം. ഇവിടെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ സെയിം അല്ലേ, എല്ലാ വർഷവും 4 ലക്ഷം അല്ലേ. അപ്പോൾ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പേ ബാക്ക് പീരീഡ് ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് divided by annual cash inflow. അപ്പോൾ നമുക്കിതിൽ രണ്ടിൻ്റെ എമൗണ്ട് അറിയാം. പേ ബാക്ക് പീരീഡ് ഞാൻ ഷോർട്ടായിട്ട് PBP എന്ന് എഴുതുകയാണ്. പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഒറിജിനൽ കോസ്റ്റ് എന്ന് 20 ലക്ഷമാണ് അല്ലേ, 20 ലക്ഷം ഡിവൈഡഡ് ബൈ എത്രയാണ് ക്യാഷ് ഇൻഫ്ലോ, ആനുവൽ ക്യാഷ് ഇൻഫ്ലോ പറഞ്ഞാൽ 4 lakh. 4 lakh
അപ്പോൾ 20/4 ഈ 5 ഇവിടെ വെട്ടിപ്പോവും. അപ്പോൾ എത്ര വരും? 5 years. അപ്പോൾ നമുക്ക് ഈ പ്രോജക്റ്റ് 20 ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പ്രോജക്റ്റിലെ ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന ആനുവൽ ക്യാഷ് ഫ്ലോ 4 ലക്ഷമാണെങ്കിൽ നമുക്ക് 5 വർഷം എടുക്കും ആ 20 ലക്ഷം തിരിച്ച് റിക്കവർ ചെയ്യാൻ എന്നാണ് ഈ ക്വസ്റ്റിൻ്റെ അർത്ഥം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലമാണ്. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. അപ്പോൾ അടുത്ത പ്രോബ്ലം തന്നിട്ടുണ്ട്. എ പ്രോജക്റ്റ് കോസ്റ്റ് ₹20 lakhs ആനുവലി അറ്റ് എ പ്രോഫിറ്റ് ഓഫ് ₹3 lakh. അപ്പം പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട് 20 ലക്ഷം ആൻഡ് yields an annual profit of ₹3 lakh. 20 ലക്ഷം നമ്മൾ ഒരു പ്രോജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്തു. ആനുവലി yields an annual profit of ₹3 ലക്ഷം ആഫ്റ്റർ ഡിപ്രീസിയേഷൻ. അപ്പോൾ ഡിപ്രീസിയേഷൻ ഇതിൽ ചാർജ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ഡിപ്രീസിയേഷൻ 12.5 ബട്ട് ബിഫോർ ടാക്സ് 50%. കാൽക്കുലേറ്റ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് പേ ബാക്ക് പീരീഡ് ഓഫ് ദ പ്രോജക്റ്റ്. അപ്പം ക്യാഷ് ഇൻഫ്ലോയും കണ്ടുപിടിക്കണം, നമ്മൾ പേ ബാക്ക് പീരീഡും കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നമുക്ക് ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് പറയാം. പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്, പിന്നെ പ്രോഫിറ്റും തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഇതിൽ എന്തോ പ്രോഫിറ്റാണ് തന്നേക്കുന്നത്. പ്രോഫിറ്റ് നമ്മൾ നോക്കുക, ഇങ്ങനെ എഴുതി നോക്കുക. പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ, അതായത് ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓർഡർ തന്നെ എഴുതാം. പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ബിഫോർ ടാക്സ്, അതായത് പ്രോഫിറ്റ് നമുക്ക് ഞാൻ ഓർഡർ ചെയ്താണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, അതായത് പ്രോഫിറ്റിന് നമുക്ക് ടാക്സ് അടച്ചിട്ടില്ല. ബട്ട് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ എന്നും തന്നിട്ടുണ്ട്. ആഫ്റ്റർ ഡിപ്രീസിയേഷൻ എന്നും തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം നമ്മൾ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്തുവാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബിഫോർ ഡിപ്രീസിയേഷൻ ആണ് നമുക്ക് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് അറിയാം. പക്ഷേ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എഴുതാം പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എത്രയാണ്? നമുക്ക് ഇവിടെ തന്നേക്കുന്ന ലാഭം എത്രയാണ്? 3 lakh ആണ്. 3 lakh. ഇതാർക്കും ഡൗട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഈ ക്വസ്റ്റ്യനിൽ വേണ്ടത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് നമുക്ക് വേണ്ടത്. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് തന്നേക്കുന്നത്, നമുക്ക് ആഫ്റ്റർ ടാക്സ് ആക്കാൻ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ടാക്സ് ചാർജ് ചെയ്യുക. മൈനസ് ടാക്സ്. അപ്പം നമ്മൾ ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം. എത്ര ശതമാനം? 50%. അപ്പം നമ്മുടെ പ്രോഫിറ്റിൻ്റെ 50% ആണ്. അതായത് 3 ലക്ഷമാണ് പ്രോഫിറ്റ്. ഈ 3 ലക്ഷത്തിൻ്റെ 50% ആണ്. 50% ആണ് ടാക്സ്. ഞാനിവിടെ സൈഡിൽ എഴുതുകയാണ്. അപ്പം 3 ലക്ഷത്തിൻ്റെ 50% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,50,000 രൂപയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഡൗട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റിന് നമ്മൾ ടാക്സ് അടച്ചിട്ടുള്ള എമൗണ്ട് ആണ്, അല്ലെങ്കിൽ പ്രോഫിറ്റിന് ടാക്സ് ചാർജ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. ബാക്കി ഇത്ര കുറയ്ക്കുമ്പോൾ 1,50,000 രൂപ കിട്ടും. 3 ലക്ഷമായിരുന്നു പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിൽ ടാക്സിൻ്റെ എമൗണ്ട് 50%ആണ്. 50% നമ്മൾ കുറച്ചതിന് ശേഷം കിട്ടുന്ന എമൗണ്ട് എന്തായിരിക്കും? നമ്മൾ ടാക്സ് ചാർജ് ചെയ്തുകൊണ്ട് തന്നെ അത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് കിട്ടി. ഇനി എന്തോ തന്നേക്കുന്നത്? ബട്ട് ബിഫോർ ടാക്സ്, ഓക്കെ, ആഫ്റ്റർ ഡിപ്രീസിയേഷൻ 12.5%. ആഫ്റ്റർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ എമൗണ്ടിൽ നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ട് ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? ചാർജ് ചെയ്യാൻ പാടില്ലാത്തൊരു എമൗണ്ടാണ്. ചാർജ് ചെയ്ത് എന്ന് പറഞ്ഞതിന് അർത്ഥം എന്തുവാണ്? ഈ പ്രോഫിറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ഓൾറെഡി കുറച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് കുറയ്ക്കേണ്ട ആവശ്യമില്ല. അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത എമൗണ്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ ടോട്ടൽ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ ഡിപ്രീസിയേഷൻ ആഡ് ഡിപ്രീസിയേഷൻ. ഇതിൽ ഡിപ്രീസിയേഷൻ എത്ര ശതമാനം എന്ന് പറഞ്ഞാൽ 12.5. പക്ഷെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഡിപ്രീസിയേഷൻ എന്തിനാണ് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു? ഒരു അസറ്റിൻ്റെ വാല്യൂവിനാണ് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ അസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് ആണ് ഇവിടെ അസറ്റ്. പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്? 20 ലക്ഷം. ഈ 20 ലക്ഷത്തിനാണ് നമ്മളിവിടെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. 20 ലക്ഷത്തിൻ്റെ എത്ര ശതമാനമാണ്? 20 ലക്ഷത്തിൻ്റെ 12.5%. 20 ലക്ഷത്തിൻ്റെ 12.5% എന്ന് പറയുമ്പോൾ
2,50,000 രൂപയാണ്. 2,50,000 രൂപ. അപ്പം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമുക്ക് 1,50,000 രൂപ നേരത്തെ കിട്ടി. അതിൻ്റെ കൂടെ ഡിപ്രീസിയേഷനായ 12.5% നമ്മൾ ആഡ് ചെയ്യുക. അപ്പം 12.5% എന്തോന്നിൻ്റെ 12.5% എടുക്കുന്നത്? ഇതാണ് നമുക്ക് തെറ്റാൻ ചാൻസ് ഉള്ളത്. പ്രോഫിറ്റിൻ്റെ 12.5% അല്ല. ഈ പ്രോജക്റ്റിന് എത്ര രൂപ ചിലവായി, ആ പ്രോജക്റ്റിന് എത്ര രൂപ ചിലവായി, ആ പ്രോജക്റ്റിൻ്റെ കോസ്റ്റിൻ്റെ 12.5% വേണം നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്ററിന് എടുക്കാൻ. അപ്പോൾ നമുക്ക് കിട്ടും, എത്ര കിട്ടും? 1,50,000 പ്ലസ് 2,50,000 4 lakh എന്ന് കിട്ടും. ഈ 4 lakh ആണ് എന്തോന്ന് പറയാം? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇതിനെയാണ് എന്തോ പറയാ? ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചായിരുന്നല്ലോ. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. അപ്പോൾ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ദ ക്യാഷ് ഇൻഫ്ലോ. ക്യാഷ് ഇൻഫ്ലോ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 4 lakh ക്യാഷ് ഇൻഫ്ലോ നമുക്ക് കിട്ടി. നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചായിരുന്നു. 4 lakh ആണ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ 4 ലക്ഷമാണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യനിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ? പേ ബാക്ക് പീരീഡ് ഓഫ് ദ പ്രോജക്റ്റ്. അപ്പോൾ പേ ബാക്ക് പീരീഡ്, ഇപ്പോൾ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പേ ബാക്ക് കണ്ടുപിടിക്കാമല്ലോ. പേ ബാക്ക് പീരീഡ് അല്ലെങ്കിൽ പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഒറിജിനൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആണ് ഇക്വേഷൻ. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. അപ്പോൾ ഇതിലെ ഒറിജിനൽ കോസ്റ്റ് എത്രയാണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ, 20 ലക്ഷം അല്ലേ ഒറിജിനൽ കോസ്റ്റ്. പ്രോജക്റ്റിന് എത്ര രൂപ ചിലവായി? 20 ലക്ഷം. 20 ലക്ഷം ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. നമുക്ക് ഓരോ വർഷവും ഈ പ്രോജക്റ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെയാണ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് അല്ലേ. അത് എത്രയാണ്? 4 ലക്ഷം രൂപയാണ്. അപ്പോൾ 4 ലക്ഷം രൂപ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 വർഷം കൊണ്ടായിരിക്കും ഈ 20 ലക്ഷം രൂപയെ നമ്മൾ റിക്കവർ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മളിതാ ഈ ഒരു ഫോർമാറ്റ് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കുക. ഈ ഒരു ഫോർമാറ്റ് നല്ലോണം മനസ്സിലാക്കി പഠിക്കുക. വേറൊന്നുമല്ല, നമുക്ക് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ ആണ്. അതായത് പ്രോഫിറ്റ് എന്ന എമൗണ്ടിൽ നിന്ന് നമ്മൾ ടാക്സ് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടില്ല. പ്രോഫിറ്റിന് ടാക്സ് ചാർജ് ചെയ്തുകൊണ്ടാണ് ടാക്സ് നമ്മൾ ഡിഡക്ട് ചെയ്യുന്നത്. അത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് കിട്ടും. അതിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഡിപ്രീസിയേഷൻ്റെ വാല്യൂ ആഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്നതാണ് നമ്മൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ. അതായത് നമ്മൾ ഈ കിട്ടുന്ന ലാഭത്തിന് നമ്മൾ ടാക്സ് അടച്ചിട്ടുണ്ട്, പക്ഷേ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ നെറ്റ്. ഇതിനെ തന്നെ നമ്മൾ എന്തോ പറയും? ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയും എന്നും പഠിച്ചായിരുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ എന്താണ് പേ ബാക്ക് പീരീഡ് നമ്മൾ പഠിച്ചായിരുന്നു. എത്ര വർഷം കൊണ്ടാണോ നമ്മൾ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ റിക്കവർ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ മെത്തേഡ്, അതായത് ക്യാഷ് ഫ്ലോ, ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എല്ലാ വർഷവും യൂണിഫോം ആണെങ്കിൽ നമ്മൾ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒറിജിനൽ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അതിൻ്റെ 2 തരം എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തായിരുന്നു. ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. Determine the payback period of the project for a project which requires an investment of ₹5 lakh. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് തന്നിട്ടുണ്ട് 5 ലക്ഷം രൂപയാണ് പ്രോജക്റ്റിൻ്റെ കോസ്റ്റ്. ആൻഡ് ജനറേറ്റ്സ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഓഫ് ₹1 lakh, 2 lakh, 4 lakh and 3 lakh in first, second, third and fourth year. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ബിസിനസ്സിൽ നമുക്ക് ഒരു ബിസിനസ്സിന് നമുക്ക് ആകെ ആയിട്ടുള്ള നമുക്ക് ചിലവായ തുക എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപയാണ്. അതായത് ഒരു പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് 5 ലക്ഷം രൂപയാണ്. ആ 5 ലക്ഷം രൂപ നമ്മൾ ചിലവാക്കിയപ്പോൾ ആദ്യത്തെ വർഷം നമുക്ക് ആ പ്രോജക്റ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം 1 ലക്ഷം രൂപയാണ്. രണ്ടാമത്തെ വർഷം 2 ലക്ഷം രൂപയാണ്. മൂന്നാമത്തെ വർഷം നമുക്ക് ആ പ്രോജക്റ്റിൽ നിന്ന് കിട്ടുന്ന 4 ലക്ഷം രൂപയാണ്. നാലാമത്തെ വർഷം നമുക്ക് കിട്ടുന്ന 3 ലക്ഷം രൂപയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 5 ലക്ഷം എന്ന് പറഞ്ഞ എമൗണ്ട്, ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്ര വർഷം കൊണ്ട് തിരിച്ച് നമുക്ക് റിക്കവർ ചെയ്യാമെന്നാണ് ക്വസ്റ്റ്യൻ.
നമുക്ക് ഇയർ തന്നിട്ടുണ്ട്. ആദ്യത്തെ വർഷം ഫസ്റ്റ് ഇയർ, അങ്ങനെ എത്ര ഇയർ ഉണ്ട്? 4 ഇയർ ഉണ്ട്. സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, അങ്ങനെ 4 വർഷമുണ്ട്. അതിൽ നമ്മൾ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസും തന്നിട്ടുണ്ടല്ലേ. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വർഷത്തെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്? 1 ലക്ഷം രൂപ. രണ്ടാമത്തെ വർഷത്തേത് 2 ലക്ഷം രൂപ. മൂന്നാമത്തെ വർഷത്തെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ 4 ലക്ഷം രൂപ. നാലാമത്തെ വർഷത്തെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ 3 ലക്ഷം രൂപ. അപ്പോൾ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതിലെല്ലാത്തിലും ഒരു പ്രത്യേകതയുണ്ട്. എന്തുവാണ്? ഇതെല്ലാത്തിലെയും ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഡിഫറൻ്റ് ആണ് അല്ലേ. ആദ്യത്തെ വർഷം നമുക്ക് 1 ലക്ഷം രൂപയാണ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ, രണ്ടാമത്തെ വർഷം 2 ലക്ഷം രൂപ, മൂന്നാമത്തെ വർഷം 4 ലക്ഷം രൂപ, നാലാമത്തെ വർഷം 3 ലക്ഷം രൂപ. ഇവിടെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ യൂണിഫോം ആണോ അല്ലെങ്കിൽ സെയിം ആണോ? എല്ലാ വർഷത്തെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഇവിടെ എന്തുവാണ്? ഇയർ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഡിഫറൻ്റ് അല്ലേ. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഡിഫറൻ്റ് ആണല്ലേ എല്ലാ വർഷവും. 1 lakh, 2 lakh, 4 lakh, 3 lakh. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തോന്ന് കണ്ടുപിടിക്കണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ സെയിം അല്ലെങ്കിൽ നമ്മൾ ക്യുമുലേറ്റീവ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞായിരുന്നു അല്ലേ. നമ്മൾ 2 കേസ് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞായിരുന്നു ക്യുമുലേറ്റീവ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കണം എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. നോക്കുക, ഇവിടെ നോക്കുക, നമ്മളിവിടെ 2 മെത്തേഡ് പറഞ്ഞു. പേ ബാക്ക് പീരീഡ് എല്ലാ വർഷവും ക്യാഷ് ഇൻഫ്ലോ സെയിം ആണ് അല്ലെങ്കിൽ യൂണിഫോം ആണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റ് ഡിവൈഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. വെൻ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ നോട്ട് യൂണിഫോം, എല്ലാ വർഷത്തും നമുക്ക് ആ പ്രോജക്റ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം സെയിം അല്ലെങ്കിൽ നമ്മൾ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാൻ ഉള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ പേ ബാക്ക് പീരീഡ് ഇസ് അറൈവ്ഡ് ആഫ്റ്റർ ഫൈൻഡിങ് ഔട്ട് ക്യുമുലേറ്റീവ് ഇൻഫ്ലോസ്. ക്യുമുലേറ്റീവ് ഇൻഫ്ലോ കണ്ടുപിടിക്കണം അണ്ടിൽ ഇറ്റ് ഈക്വൽസ് ഇനീഷ്യൽ ഔട്ട്ലേ ഓർ കോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റ്. അതായത് നമ്മുടെ കോസ്റ്റ് എപ്പോഴാണോ നമ്മളെ ക്യുമുലേറ്റീവ് ആനുവൽ ക്യാഷ് ഇൻഫ്ലോക്ക് ഈക്വൽ ആവുന്നത് അതിനെയാണ് അവിടെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കണം അല്ലേ. ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ. അപ്പോൾ നോക്കാം, ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ പറഞ്ഞാൽ ആദ്യത്തെ വർഷം നമുക്ക് 1 ലക്ഷം രൂപയാണ്. അടുത്ത വർഷം നമ്മൾ ഈ 1 ലക്ഷം രൂപയും ഈ 2 ലക്ഷം രൂപയും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ എത്ര വരും? 2 ലക്ഷം രൂപ വരും. അടുത്ത വർഷം ഈ 2 ലക്ഷം രൂപയും നമ്മൾ ഈ 4 ലക്ഷം രൂപയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എത്ര വരും? 6 ലക്ഷം രൂപ വരും. സോറി, ഞാൻ പറഞ്ഞത് തെറ്റുപോയി. 1 ലക്ഷം ആദ്യത്തെ ഞാൻ ഒന്നും കൂടെ പറയാം. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നു ആദ്യത്തെ വർഷം നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 1 ലക്ഷം രൂപ തന്നെയാണ്. അടുത്ത വർഷം ഈ 1 ലക്ഷവും 2 ലക്ഷം കൂടെ ആഡ് ചെയ്ത് നമുക്ക് 3 ലക്ഷം രൂപ കിട്ടും. അത് കഴിഞ്ഞാൽ ഈ 3 ലക്ഷം രൂപയും ഈ 4 ലക്ഷം രൂപ കൂടെ ആഡ് ചെയ്ത് 7 ലക്ഷം രൂപയാവും. അടുത്ത ഈ 7 ലക്ഷം രൂപയും നമ്മൾ ഈ 3 ലക്ഷം രൂപയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 10 ലക്ഷം രൂപയാവും. അപ്പോൾ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ നമ്മൾ കണ്ടുപിടിച്ചു. ക്യുമുലേറ്റീവ് ആഡഡ് ക്യാഷ് ഇൻഫ്ലോസിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുക. വേറെ ഒന്നുമില്ല, ഇതേപോലെ ഈ ആഡ് ചെയ്ത് നമ്മൾ എഴുതുക. 1 ലക്ഷത്തിനോട് 2 ലക്ഷം ആഡ് ചെയ്ത് 3 ലക്ഷം, ഈ 3 ലക്ഷത്തിനോട് 4 ലക്ഷം ആഡ് ചെയ്ത് നമുക്ക് 7 ലക്ഷം, 7 ലക്ഷത്തിനോട് 3 ലക്ഷം ആഡ് ചെയ്ത് 10 ലക്ഷം രൂപ. ഇതിനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക ഏത് വർഷമാണ് നമുക്ക് കോസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ ഈ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ 5 ലക്ഷം. ഈ 5 ലക്ഷം രൂപ നമ്മൾ എത്ര വർഷം കൊണ്ടാണ്, ഇൻ ഹൗ മെനി ഇയേഴ്സ്, നമ്മൾ എത്ര വർഷം കൊണ്ടാണ് റിക്കവർ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിയർ ആനുവൽ ക്യാഷ് ഫ്ലോ ഈസ് നോട്ട് യൂണിഫോം. അതുകൊണ്ടാണ് നമ്മളിവിടെ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞത്. ഇനി നമ്മൾ കണ്ടുപിടിക്കണം എപ്പോഴാണോ ഈ കോസ്റ്റ് നമ്മളെ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോക്ക് ഈക്വൽ ആവുന്ന ആ പീരീഡിനാണ് ഇവിടെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, ആദ്യത്തെ വർഷം ഫസ്റ്റ് ഇയറിൽ ഞാൻ ഇത് വേറൊരു കളർ സെലക്ട് ചെയ്തിട്ട് ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ആദ്യത്തെ വർഷം നമുക്ക് കിട്ടിയ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ 1 lakh ആണ്. രണ്ടാമത്തെ ഇയർ നമുക്ക് കിട്ടിയ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ 3 lakh ആണ്. മൂന്നാമത്തെ വർഷം നമുക്ക് എത്ര കിട്ടിയ 7 lakh ആണ്. അപ്പോൾ നമുക്കറിയാം ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ റിക്കവർ ചെയ്യുന്ന സമയമാണ് നോക്കേണ്ടത്.
അപ്പോൾ നമ്മൾ മൂന്നാമത്തെ വർഷം നോക്കുമ്പോൾ 5 ലക്ഷം കഴിഞ്ഞ് 7 ലക്ഷമായി അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു വർഷം നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് സെക്കൻഡ് ഇയറിൽ രണ്ടാമത്തെ വർഷമായപ്പോൾ നമ്മൾ എത്ര 3 ലക്ഷം രൂപ ഓൾറെഡി റിക്കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 2 വർഷം കൊണ്ട് നമ്മൾ 3 ലക്ഷം രൂപ നമ്മൾ റിക്കവർ ചെയ്തു. അപ്പോൾ പേ ബാക്ക് പീരീഡ് ഈക്വൽ ടു 2 പ്ലസ് നമ്മൾ 2 വർഷം കൊണ്ട് എത്ര രൂപ റിക്കവർ ചെയ്ത് കഴിഞ്ഞു? 3 ലക്ഷം രൂപ നമ്മൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് 2 ബാക്കി ഇനി എത്ര രൂപ നമുക്ക് റിക്കവർ ചെയ്യാനുണ്ട്? ടോട്ടൽ 5 ലക്ഷം രൂപയാണേ. ഈ 5 ലക്ഷം രൂപയിൽ നമ്മൾ ഓൾറെഡി എത്ര രൂപ റിക്കവർ ചെയ്തു? 3 ലക്ഷം രൂപ റിക്കവർ ചെയ്തു. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 2 ലക്ഷം രൂപയുണ്ട്. അതായത് ഈ 2 ലക്ഷം രൂപ എങ്ങനെ വന്നേ? ഈ 5 ലക്ഷത്തിൽ നിന്ന് നമ്മൾ ഈ 3 ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ലക്ഷം കിട്ടും. ബാക്കി ഡിവൈഡഡ് ബൈ ഇനി എത്ര രൂപ നമുക്ക് ക്യാഷ് ഇൻഫ്ലോയുടെ ഡിഫറൻസ് ഉണ്ട് ഇവിടെ. രണ്ടാമത്തെ വർഷത്തെ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോയും മൂന്നാമത്തെ വർഷത്തിന് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4 ലാക്ക് അല്ലേ. ഈ 4 ലാക്ക് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്ക് കിട്ടുന്ന 2 പ്ലസ് 1/2 എന്ന് വരും. അതായത് 2.5 ഇയേഴ്സ് ആണ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. നമ്മൾ നോക്കുക, ഇവിടെ 2 വർഷം എടുത്തപ്പോൾ രണ്ടാമത്തെ വർഷത്തെ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ 3 ലക്ഷം രൂപയാണ്. അപ്പോൾ 3 ലക്ഷം രൂപ റിക്കവർ ചെയ്യാൻ 2 വർഷം എടുത്തു. ഇനി ബാക്കി നമുക്ക് 2 ലക്ഷം രൂപയും കൂടെ 5 ലക്ഷത്തിൽ ബാക്കി 3 ലക്ഷം പോയാൽ ബാക്കി 2 ലക്ഷം രൂപ നമുക്ക് റിക്കവർ ചെയ്താൽ മതി. ഈ 2 ലക്ഷം രൂപ നമ്മൾ ഈ രണ്ടാമത്തെ വർഷത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും മൂന്നാമത്തെ വർഷത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കൊണ്ട് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 4 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 പ്ലസ് 1/2 ഈക്വൽ ടു 2.5 ഇയേഴ്സ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ ഡിഫറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഡിഫറൻ്റ് ആയിട്ടുള്ള കേസസിൽ നമ്മൾ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഇനി അടുത്തത് പുതിയ ടോപ്പിക്കാണ് നെറ്റ് പ്രസന്റ് വാല്യൂ. ഓക്കെ, നെറ്റ് പ്രസന്റ് വാല്യൂ. അപ്പോൾ നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല. നെറ്റ് പ്രസന്റ് വാല്യൂ ടേക്സ് ഇൻ അക്കൗണ്ട് ദ ടൈം വാല്യൂ ഓഫ് മണി. എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ നെറ്റ് പ്രസന്റ് വാല്യൂ ഈ ടൈം വാല്യൂ ഓഫ് മണീനെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് കിട്ടുന്ന 1 രൂപയെ തമ്മിലും ഇന്ന് കിട്ടുന്ന 1 രൂപയും ടുമാറോ നാളെ കിട്ടാൻ പോകുന്ന 1 രൂപയും തമ്മിൽ ഉള്ള വാല്യൂ സെയിം ആണോ? ഒരിക്കലും സെയിം അല്ല. ഇന്ന് കിട്ടുന്ന 1 രൂപയ്ക്കായിരിക്കും നാളെ കിട്ടാൻ പോകുന്ന 1 രൂപയേക്കാൾ വില കൂടുതലും നാളെ കിട്ടുന്ന 1 രൂപയ്ക്ക് വില കുറവുമായിരിക്കും അല്ലേ. കാര്യം നമുക്ക് പണ്ടത്തെ നമ്മളെ 150 രൂപയ്ക്ക് നമുക്ക് അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇന്ന് നമ്മളൊരു 500 രൂപയ്ക്ക് പെട്രോൾ അടിക്കുമ്പോൾ നമുക്കൊരു 4.5 ലിറ്റർ കിട്ടുമെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ ചിലപ്പോൾ 4.5 ലിറ്റർ കിട്ടണമെന്നില്ല, നമുക്ക് ചിലപ്പം 4 ലിറ്ററേ കിട്ടത്തുള്ളൂ. അതാണ് ഇന്നത്തെ വാല്യൂവിന്, അതായത് ഇന്ന് എത്ര രൂപയാണോ വാല്യൂ ഉള്ളത് ആ പൈസയ്ക്കായിരിക്കും നമുക്ക് എന്തോ ഉള്ളതെന്ന് പറയാം, വില കൂടുതൽ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഹിയർ ടൈം വാല്യൂ ഓഫ് മണി ഈസ് ഡിസ്കൗണ്ടഡ് ടു നെറ്റ് പ്രസന്റ് ക്യാഷ് ഇൻഫ്ലോ. അതായത് നമ്മുടെ ടൈം വാല്യൂ ഓഫ് മണി എപ്പോഴും നെറ്റ് പ്രസന്റ് ക്യാഷ് ഇൻഫ്ലോനെ ഡിസ്കൗണ്ട് ചെയ്യും. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇഫ് ദ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഈസ് ഗ്രേറ്റർ ദാൻ ദ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റ് ഈസ് പ്രോഫിറ്റബിൾ ആൻഡ് ക്യാൻ ബി അക്സെപ്റ്റഡ്. ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, നമുക്ക് ഓരോ വർഷം ടൈം വാല്യൂ, ഈ നെറ്റ് പ്രസന്റ് വാല്യൂ എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇമ്പോർട്ടൻ്റ് ടൈം വാല്യൂ ഓഫ് മണി എന്ന സാധനത്തിന് അത് കൺസിഡർ ചെയ്യും. ടൈം വാല്യൂ ഓഫ് മണി എന്താണ്? ടൈം വാല്യൂ ഓഫ് മണി. അതായത് നമുക്കറിയാം വർഷം പോകുന്തോറും ഈ പൈസയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇന്നത്തെ 1 രൂപയായിരിക്കില്ല നാളത്തെ 1 രൂപ. ഇന്നൊരു 100 രൂപ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഹൈ ആയിരിക്കും നാളെ കിട്ടാൻ പോണേ. പ്രസൻറ്റിലുള്ള 100 രൂപയുടെ വാല്യൂ നാളെ കിട്ടാൻ പോണത് നാളെ കിട്ടാൻ പോകുന്ന 100 രൂപേനേക്കാൾ വാല്യൂ കൂടുതലായിരിക്കും. നമുക്ക് കാലം അല്ലെങ്കിൽ ടൈം പാസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻ ദ പാസേജ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി ഡിമിനിഷസ്. സമയം പോകുന്നതോറും അനുസരിച്ച് നമ്മുടെ പൈസയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇന്നത്തെ 100 രൂപയായിരിക്കും നാളത്തെ
100 രൂപയേക്കാൾ വില കൂടുന്നത്. അപ്പം നമുക്ക് ഈ ടൈം വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കൗണ്ടിങ് ഓഫ്, രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞാൽ ഈ ടൈം വാല്യൂ ഓഫ് മണി ഈസ് ഡിസ്കൗണ്ടഡ് ടു നെറ്റ് പ്രസന്റ്. അപ്പോൾ ഈ ടൈം വാല്യൂ ഓഫ് മണീനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യും. ഡിസ്കൗണ്ട് ചെയ്തിട്ട് നെറ്റ് പ്രസന്റ് വാല്യൂ ആയിട്ട്, നെറ്റ് പ്രസന്റ് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു. നെറ്റ് പ്രസന്റ് ക്യാഷ് ഇൻഫ്ലോ അതെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ഞാനിപ്പം ഒരു പ്രസന്റ് വാല്യൂ, ഇപ്പം ഞാനൊരു ഫോർ എക്സാമ്പിൾ പറയാണ്, ഒരു വർഷം കഴിഞ്ഞാൽ ആഫ്റ്റർ 1 ഇയർ, അതായത് ഒരു വർഷം കഴിഞ്ഞാൽ നമ്മുടെ 500 രൂപ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂച്ചർ വാല്യൂ ആണല്ലേ, നാളത്തെ എമൗണ്ട് ആണ് ഫ്യൂച്ചർ വാല്യൂ. നമുക്ക് ഒരു വർഷം കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന 500 രൂപയുടെ ഇപ്പോഴത്തെ വിലയിലോട്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യണം. അതായത് പ്രസന്റ് വാല്യൂയിലോട്ട് നമ്മൾ മാറ്റണം, വാല്യൂയിലോട്ട് ഡിസ്കൗണ്ട് ചെയ്യണം. അതിനെയാണ് നമ്മൾ പറയുക ഈ ടൈം വാല്യൂ ഓഫ് മണീനെ ഡിസ്കൗണ്ടഡ് ടു നെറ്റ് പ്രസന്റ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഭാവിയിൽ 500 രൂപ, നമുക്ക് നാളെ 500 രൂപ കിട്ടും എന്ന് പറയുകയാണെങ്കിൽ ആ 500 രൂപയുടെ, നാളെ കിട്ടുന്ന 500 രൂപയുടെ വാല്യൂ മാറ്റി അത് ഇന്നത്തെ തുകയ്ക്ക് ഈക്വൽ ആക്കണം. അതിനെയാണ് നമ്മൾ നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെറ്റ് പ്രസന്റ് വാല്യൂ, അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ എന്ന് പറയാം. അപ്പം നമുക്ക് നാളെ കിട്ടാൻ പോകുന്ന വിലേനെ ഫ്യൂച്ചർ വാല്യൂ എന്നും, നാളെ നമുക്കൊരു 500 രൂപ കിട്ടുമെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് 500 രൂപയാണ് കിട്ടുന്നതെന്ന് വെച്ചോ, ആ ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന 500 രൂപയുടെ ഇന്നത്തെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനെയാണ് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി ഈസ് ഡിസ്കൗണ്ടഡ് ടു നെറ്റ് പ്രസന്റ് ക്യാഷ് ഇൻഫ്ലോ. അതായത് നമുക്ക് ഒരു വർഷം കഴിഞ്ഞ് കിട്ടാൻ പോകുന്ന എമൗണ്ട് ഇന്ന് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനെയാണ് നമ്മൾ നെറ്റ് പ്രസന്റ് വാല്യൂയിലോട്ട് ഡിസ്കൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന 500 രൂപയ്ക്ക് ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ ഒരു 455 രൂപയാണ്. 10% ഈ പറയുന്ന ഡിസ്കൗണ്ടിങ് ഫാക്ടർ എന്ന് പറയുന്ന സാധനം എങ്കിൽ, നമ്മൾ പറയുമല്ലോ നെറ്റ്, ഈ ടൈം വാല്യൂ ഓഫ് മണീനെ നമ്മൾ എന്തുകൊണ്ടാണ് ഡിസ്കൗണ്ട് ചെയ്യണമെന്ന് പറയാം. ഈ ഡിസ്കൗണ്ട് ചെയ്യണമെന്ന് ഓരോ ഡിസ്കൗണ്ടിൻ്റെ റേറ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ 10% നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നതെങ്കിൽ അതിന് 455 രൂപയാണ് കിട്ടുന്നത്. അതെങ്ങനെ 455 രൂപ കിട്ടി എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു 1/1 പ്ലസ് ആർ ദ ഹോൾ റേസ് ടു എൻ ആണ്. ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു 1/1 പ്ലസ് ആർ ദ ഹോൾ റേസ് ടു എൻ ആണ് നമുക്ക് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ക്യാഷ്, ഈ R എന്ന് പറഞ്ഞാൽ ഇവിടെ റേറ്റ് ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ 10% ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ R എന്ന് പറഞ്ഞാൽ 10% ആണ്. അപ്പോൾ ഇവിടെ ഫ്യൂച്ചർ വാല്യൂ എത്രയാണ്? നമുക്ക് ഭാവിയിൽ, അതായത് ഒരു വർഷം കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന എമൗണ്ട് എത്രയാണ്? 500 രൂപയാണല്ലേ. ഈ 500 രൂപ ഇൻറ്റു 1 പ്ലസ് ആർ ദ ഹോൾ റേസ് ടു എൻ. 1 പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആർ എന്ന് പറഞ്ഞാൽ 10% അല്ലേ, 10%. ആഫ്റ്റർ എത്ര ഇയർ ആണ്? എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയർ ആണ്. എൻ ഈസ് നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ ആഫ്റ്റർ 1 ഇയർ അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ദ ഹോൾ റേസ് ടു 1 ആണ്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും 500 ഇൻറ്റു 1/1.10, അതായത് 500 ഇൻറ്റു ഒരു നമുക്കൊരു 500 ഇൻറ്റു 0.909 എന്ന് വരും. 500 ഇൻറ്റു 0.909, അതായത് ഒരു 455 രൂപ എന്ന് പറയും. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് ഇന്ന് കിട്ടുന്ന വില, ഈ ഇത്രയും കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇന്ന് നമുക്കൊരു 500 രൂപ കിട്ടുമെങ്കിൽ, ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന 500 രൂപയ്ക്ക് ഇന്നത്തെ വില എത്ര എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് ഓഫ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹിയർ ദ ടൈം വാല്യൂ ഓഫ് മണി ഈസ് ഡിസ്കൗണ്ടഡ് ടു നെറ്റ് പ്രസന്റ് ക്യാഷ് ഇൻഫ്ലോ. അതായത് ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് നമുക്ക് ഒരു ഫ്യൂച്ചർ വാല്യൂ ഓഫ് കിട്ടാൻ പോകുന്ന പൈസ എമൗണ്ട്
ഇപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് 500 രൂപ കിട്ടുമെങ്കിൽ, ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് 500 രൂപ കിട്ടുമെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയാണ്? അതായത് 455 രൂപയാണ്. നമ്മളിപ്പോൾ എങ്ങനെയാണ് കിട്ടിയെന്ന് പറഞ്ഞത്, ഈ 455 രൂപ എങ്ങനെയാണ് കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ പറയുക ഹിയർ ടൈം വാല്യൂ ഓഫ് മണി ഈസ് ഡിസ്കൗണ്ടഡ് ടു ദ നെറ്റ് പ്രസൻറ്റ് ക്യാഷ് ഇൻഫ്ലോ. ഇഫ് ദ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഈസ് ഗ്രേറ്റർ ദാൻ ദ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് ഔട്ട്ഫ്ലോ. ദ പ്രോജക്റ്റ് ഈസ് പ്രോഫിറ്റബിൾ ആൻഡ് ക്യാൻ ബി അക്സെപ്റ്റഡ്. അതായത് ഇതാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഔട്ട്ഫ്ലോ. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് എന്തുവാണ്? നമുക്ക് ഈ ബിസിനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനമുണ്ടല്ലോ, അതായത് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ഈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമുക്കൊരു ഭാവിയിൽ നമുക്ക് ഒരു 2 വർഷം കഴിഞ്ഞ് നമുക്ക് ഓരോ വർഷവും കിട്ടാൻ പോകുന്ന ഈ പ്രോജക്റ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെയാണ് നമ്മൾ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ഈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എടുത്ത് ഇപ്പോഴത്തെ വാല്യൂ, പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഭാവിയിൽ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് 500 രൂപ നമുക്ക് നാളെ ഒരു വർഷം കഴിഞ്ഞ് കിട്ടുമെങ്കിൽ അതിൻ്റെ ഇന്നത്തെ വില എത്ര എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഔട്ട്ഫ്ലോ. അതായത് നമ്മൾ ഈ പ്രോജക്റ്റിൽ വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് എത്ര രൂപ ചിലവാക്കി, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പ്രോജക്റ്റിലോട്ട് പോയ എമൗണ്ടിനെയാണ് നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. അതായത് അത് മിക്കവാറും ആ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്നും വേറൊന്നും അല്ല. ഇഫ് ദ ടോട്ടൽ, ഈ സെൻറ്റൻസ് ഒന്നും കൂടെ ശ്രദ്ധിക്കുക, ഇഫ് ദ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഈസ് ഗ്രേറ്റർ ദാൻ ദ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ, ദ പ്രോജക്റ്റ് ഈസ് പ്രോഫിറ്റബിൾ ആൻഡ് ക്യാൻ ബി അക്സെപ്റ്റഡ്. അതായത് ഈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയിനേക്കാൾ വലുതാണെങ്കിൽ നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രസൻറ്റ് വാല്യൂ, NPV വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പ്രോജക്റ്റ് നമ്മൾ എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും. നേരെ തിരിച്ചാണ് വരുന്നത്. അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ കൂടുതലാണ്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കുറവാണെങ്കിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. എന്നാൽ നമ്മൾ പ്രോജക്റ്റ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കൂടുതലായിരിക്കണം, ഇത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോനേക്കാൾ. അങ്ങനെയാണെങ്കിൽ ഇത് കിട്ടുന്ന ആൻസർ നമുക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കാം. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. കമ്പ്യൂട്ട് ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എ പ്രോജക്റ്റ് വിത്ത് എ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ₹1 lakh and the following cash inflows are: cost of the capital is 10%, first year is ₹55,000, second year is 88,000 and third year is 15,000. The present value for 3 years are at 10% is 0.909, 0.826, 20, 0.751. ഇത് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ആദ്യം എത്ര വർഷത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇതിൽ കമ്പ്യൂട്ട് ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ, ഇത് NPV ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കും വിത്ത് നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ₹1 lakh. നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ് തന്നിരിക്കുന്നത്? കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. 1 ലക്ഷം രൂപയാണ് കോസ്റ്റ്. അല്ലെങ്കിൽ അതിനെ എന്തോ പറയും നമ്മൾ? ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയാം അല്ലേ? ക്യാഷ് ഔട്ട്ഫ്ലോ, പ്രസൻറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് നമ്മൾ പറയുന്നു. നെറ്റ് പ്രസൻറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയും. ഓക്കെ, ആൻഡ് ദ ഫോളോയിങ് ക്യാഷ് ഇൻഫ്ലോസ് ആർ. ഈ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു പ്രോജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്ന വരുമാനത്തെയാണ് നമ്മൾ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഇയറിൽ നമുക്ക് കിട്ടാൻ പോകുന്ന വരുമാനം എത്രയാണെന്ന് പറഞ്ഞു? ഫസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 55,000 അല്ലേ? ഓക്കെ, രണ്ടാമത്തെ വർഷം കിട്ടാൻ പോകുന്ന ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്? 80,000 രൂപയാണ്, 80,000. മൂന്നാമത്തെ വർഷം നമുക്ക് കിട്ടാൻ പോകുന്ന ആനുവൽ ക്യാഷ് ഇൻഫ്ലോ 15,000 ആണ്. ഓക്കെ, 3 വർഷത്തെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുണ്ട്. ഈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോനെ നമ്മൾ എന്തോ പറയുന്നെന്ന് പറഞ്ഞായിരുന്നു? ആനുവൽ ക്യാഷ് ഇൻഫ്ലോയുടെ കൂടെ
നമുക്ക് ഒരു പ്രസന്റ് വാല്യൂ ഫാക്ടർ അല്ലെങ്കിൽ പി വി ഫാക്ടർ എന്ന് പറയും. ഈ പി വി ഫാക്ടർ എത്ര ശതമാനമാണ്? 10% ആണ്. 10%ലെ വാല്യൂ വന്നിട്ടുണ്ട്. ആദ്യത്തെ വർഷം 0.909, രണ്ടാമത്തെ വർഷം എത്ര? 0.8226, മൂന്നാമത്തെ വർഷം 0.751. ഓക്കെ, ഈ പി വി ഫാക്ടർ തരുന്ന നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഈ പി വി ഫാക്ടർ വേറെ ഒന്നുമല്ല, നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ഇവിടെ നോക്കുക, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു 1/1+r ഈ 1+ ഈ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോനെ present value of cash inflow കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചായിരുന്നു. ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു 1/1+r എന്നാണ് നമ്മൾ പഠിച്ചത്. ഇത് നിങ്ങൾക്ക് ടെസ്റ്റിലില്ല, പക്ഷെ ഞാൻ കുറച്ചും കൂടെ ഇത് മനസ്സിലാവാൻ വേണ്ടി പറയുന്നത്. ഈ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ തന്നെയാണ്. തന്നിരിക്കുന്ന ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഇല്ല, ഓരോ വർഷം കിട്ടുന്ന വരുമാനം. നമ്മൾ ഈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്ന വരുമാനമല്ലേ, അതുകൊണ്ടാണ് അതിനെ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞത്. അതായത് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഇൻറ്റു ഈ 1+1/r എന്നിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്? ഈ 1+1/r എന്നാണ് പി വി ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞാലേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ ക്വസ്റ്റ്യനിൽ ഇപ്പം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ അറിയാം, പി വി ഫാക്ടർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഈ ഒരു വാല്യൂ ഉണ്ടോ, ഈ 10 വർഷമാണ് ഡിസ്കൗണ്ടിങ് റേറ്റ് എങ്കിൽ അതിൻ്റെ പി വി ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുക 500 × 1/1+10/100 അപ്പോൾ കിട്ടിയ വാല്യൂ ഉണ്ട് ഈ 0.909. ഇത് തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന ആദ്യത്തെ വർഷത്തിലെ എമൗണ്ട്. ഇത് നമുക്ക് ക്വസ്റ്റ്യന് തന്നെ തന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ അതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ എന്തോന്ന് കണ്ടുപിടിക്കണം? പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ 55,000 ഇൻറ്റു 0.909 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും എത്ര വരും? 49,995. ഇനി ഞാൻ അടുത്തതിലൊന്നും ഇങ്ങനെ എഴുതത്തില്ല, ഞാൻ ഈ ആദ്യത്തേതായതുകൊണ്ടാണ് ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചത്. അടുത്തത് എന്ത് വേണം? പി വി ഫാക്ടർ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 80,000 ഇൻറ്റു 0.826 ചെയ്യണം. അപ്പോൾ എത്ര വരും? 66,080 എന്ന് വരും. അടുത്ത 15,000 ഇൻറ്റു 0.751 ചെയ്യുക, അപ്പോൾ 11,265. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രസന്റ് വാല്യൂ അല്ലെങ്കിൽ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടിയല്ലേ. ഓക്കെ, നമുക്ക് ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടി. നമുക്ക് നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഔട്ട്ഫ്ലോ മൈനസ് ആണ്. ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ക്യാഷ് അപ്പോൾ ഇത് എല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുക. അപ്പോൾ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടി. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫിഗർ കിട്ടും. എത്രയാണ്? 1 lakh. ഇതെല്ലാം കൂടെ കൂടി 49,995, 66,080, 11,265. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം നമുക്ക് 1,27,340 എന്ന് വരും. ഇതിനെയാണ് നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. അതിൽ നിന്ന് നമുക്ക് എന്തോ ഓർക്കണം? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ മൈനസ് ചെയ്യണം അല്ലേ? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ, അതായത് എന്തോന്ന് കുറയ്ക്കണമെന്നാണ് അർത്ഥം? നമ്മൾ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് തന്നേക്കുന്നത്? ഇവിടെ 1 lakh ആണല്ലേ, 1 lakh. ഈ 1 ലക്ഷം രൂപ നമ്മൾ കുറയ്ക്കണം, 1 lakh കുറയ്ക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 27,340. ഇതെന്തുവാണ്? നെറ്റ് പ്രസന്റ് വാല്യൂ ആണ്. ഇതാണ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്.
ഈ വാല്യൂ എന്തോന്നാണ്? പോസിറ്റീവ് വാല്യൂ ആണ് അല്ലേ, നെഗറ്റീവ് വാല്യൂ അല്ല, പോസിറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ ഈ പ്രോജക്റ്റ് എന്ത് ചെയ്യും? പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യും. പ്രോജക്റ്റ് ഈസ് അക്സെപ്റ്റബിൾ. നമ്മൾ ഈ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യും. കാര്യം എന്താണ്? നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രസൻറ്റ് വാല്യൂവും പോസിറ്റീവാണ്. ഈ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോയിനേക്കാൾ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ കിട്ടിയതും പോസിറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോജക്റ്റ് എന്ത് ചെയ്യാം? അക്സെപ്റ്റ് ചെയ്യും എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നവരത്ന ലിമിറ്റഡ് ഈസ് കൺസിഡർ ഇൻ ദ പർച്ചേസിംഗ് ഓഫ് എ ന്യൂ മെഷീൻ. Two alternative machines X and Y are available, each costing ₹4 lakh. അപ്പോൾ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 4 ലക്ഷം രൂപയാണ് അല്ലേ, 4 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ കോസ്റ്റ്, ഈ പ്രോജക്റ്റിനുള്ള ഈ മെഷീൻ വാങ്ങാൻ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് പൈസയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോസ്റ്റിന് നമ്മൾ വേറൊരു പേര് പറയും. എന്തുവാണ്? ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയും അല്ലേ, ക്യാഷ് ഔട്ട്ഫ്ലോ. പ്രസൻറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയും. പ്രസൻറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ നമുക്കിപ്പോൾ ചിലവായ എമൗണ്ടാണ്. അപ്പോൾ ആദ്യത്തെ വർഷം മെഷീൻ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടിയ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ, അതായത് ഭാവിയിൽ നമുക്ക് വരുമാനം കിട്ടാൻ പോകുന്നത് 40,000 രൂപയാണ് മെഷീൻ എക്സിൻ്റെ. അത് കഴിഞ്ഞാൽ 1,20,000, 1,60,000, നാലാമത്തെ വർഷം 2,40,000, അഞ്ചാമത്തെ വർഷം 1,60,000 രൂപ നമുക്ക് കിട്ടും. ഓക്കെ, അതേപോലെ മെഷീൻ വൈയുടെ കാര്യം തന്നിട്ടുണ്ട്. ആദ്യത്തെ വർഷം 1,20,000, അത് കഴിഞ്ഞാൽ 1,60,000, 2 ലക്ഷം, 1,20,000, 80,000 ആ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കമ്പനി ഹാസ് എ ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ അറ്റ് ക്യാപിറ്റൽ 10%. ഈ ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? PV ഫാക്ടർ ആണല്ലേ, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? ഇത് ഇവിടെ തന്നിട്ടുണ്ട്. പ്രസൻറ്റ് വാല്യൂ ഫോർ 3 years തന്നിരിക്കുന്നതിൻ്റെ വേറൊരു പേരാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്തുവാണ്? ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ 10% ഓൺ ദ ബേസിസ് കമ്പയർ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ മെഷീൻ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ട ഈ രണ്ട് മെഷീനിൽ നിന്ന് നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ഏത് പ്രോജക്റ്റാണ് പ്രോഫിറ്റബിൾ എന്ന് തന്നിരിക്കണം. ഓൾട്ടർനേറ്റ് യു കൺസിഡർ ഫൈനാൻഷ്യലി പ്രിഫറബിൾ. ഏതാണ് അല്ലെങ്കിൽ ഏതാണ് നമുക്ക് ലാഭകരം എന്നുള്ളത്, സാമ്പത്തികമായിട്ട് ലാഭകരം എന്ന് നോക്കുക. ഇതിൽ നമുക്ക് PV ഫാക്ടർ വന്നിട്ടുണ്ട്, 10% തന്നിട്ടുണ്ട്. ഈ 10% കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പോലെ തന്നെ ആദ്യത്തെ വർഷം 0.909, രണ്ടാമത്തെ വർഷത്തെ PV ഫാക്ടർ 0.826, മൂന്നാമത്തെ വർഷത്തെ 0.751, ഫോർത്ത് ഇയർ 0.683. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യനിലെ ഐറ്റംസ് ഒക്കെ ആദ്യം എഴുതാം. ആദ്യത്തെ വർഷം നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് മെഷീൻ എക്സിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ, പിന്നെ മെഷീൻ വൈയുടെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇയർ എഴുതാം. ആദ്യത്തെ ഇയർ, രണ്ടാമത്തെ ഇയർ, മൂന്നാമത്തെ ഇയർ, നാലാമത്തെ ഇയർ, 5 ഇയർ ഉണ്ടല്ലേ, 5 ഇയർ. ഓക്കെ, 5 ഇയർ ഉണ്ട്. അപ്പോൾ ആദ്യം മെഷീൻ എക്സിൻ്റെ വാല്യൂസ് നമുക്ക് എഴുതാം. മെഷീൻ നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും കൂടെ അടുത്ത് വെച്ചേക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പം ഇത് നോക്കിയതിന് ശേഷം നമുക്ക് ആദ്യം മെഷീൻ എക്സിൻ്റെ എന്തുവാണ്, മെഷീൻ എക്സിൻ്റെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോയുടെ വാല്യൂ എഴുതാം. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഇവിടെ ആദ്യത്തെ വർഷം നമുക്ക് കിട്ടാൻ പോകുന്ന മെഷീൻ എക്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം എത്രയാണ്? 40,000 രൂപയാണല്ലേ. അപ്പോൾ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ഓക്കെ, ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എഴുതാം. മെഷീൻ എക്സിന് 40,000 രൂപയാണ് ആദ്യത്തെ വർഷം. രണ്ടാമത്തെ വർഷം എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? രണ്ടാമത്തെ വർഷം 1,20,000 ആണ്. മൂന്നാമത്തെ വർഷം നമുക്ക് എത്ര കിട്ടുമെന്ന് പറഞ്ഞാൽ 1,20,000. മൂന്നാമത്തെ വർഷം 1,60,000 ആണ്. പിന്നെ നാലാമത്തെ വർഷം 2,40,000 ആണ്. അഞ്ചാമത്തെ വർഷം 1,60,000. ഓക്കെ, അതുപോലെ നമ്മൾ മെഷീൻ വൈയുടെയും ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് എഴുതാം. അതായത് ആദ്യത്തെ വർഷം 1,20,000 ആണല്ലേ മെഷീൻ വൈയുടെ. അപ്പോൾ അത് ആദ്യം നമുക്ക് എഴുതാം. ഫസ്റ്റ് ഇയർ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ.
ഓക്കെ, ആദ്യത്തെ വർഷം 1,20,000 മെഷീൻ ബൈയുടെ. രണ്ടാമത്തെ വർഷം എത്ര നോക്കാം, 1,60,000 ആണല്ലേ, 1,60,000. മൂന്നാമത്തെ വർഷം 2 ലക്ഷം രൂപ. നാലാമത്തെ വർഷം ഇത്ര 1,20,000 ആണ്. ഓക്കെ, അഞ്ചാമത്തെ വർഷം എത്രയാണ്, 80,000 രൂപയാണ്, 80,000 റുപ്പീസ്. ഇനി നമ്മൾ എന്തോ ചെയ്യണം, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. ഇവിടെ പി വി ഫാക്ടർ ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടുന്നത്, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ കിട്ടുന്നത് അല്ലേ. പി വി ഫാക്ടർ എത്രയാണ് വന്നിരിക്കുന്നത്, പി വി ഫാക്ടർ നമുക്ക് ആദ്യത്തെ വർഷത്ത് 0.909 ആണ്. ആദ്യത്തെ വർഷം 0.909, രണ്ടാമത്തെ വർഷം എത്രയാണ്, 0.826, മൂന്നാമത്തെ വർഷം 0.751, നാലാമത്തെ വർഷം എത്ര, ഫോർത്ത് ഇയർ 0.683 ആണ്. അഞ്ചാമത്തെ വർഷം 0.621. ഇവിടുത്തെ പി വി ഫാക്ടറും സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെയും പി വി ഫാക്ടർ അതേപോലെ എഴുതാം. പി വി ഫാക്ടർ 0.909, 0.826, 0.751, 0.621 പ്ലസ് 683, പിന്നെ 0.621. ഇത് നമ്മൾ രണ്ടിലും മാക്സ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ അല്ലേ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെയാണ്. ഇതിൽ 40,000 ഇൻറ്റു 0.909 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 40,000 ഇൻറ്റു 0.909 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം കിട്ടുന്നത് 36,360 റുപ്പീസ് ആയിരിക്കും. അതേപോലെ 1,20,000 ഇൻറ്റു 0.826 മൾട്ടിപ്ലൈ ചെയ്യുമ്പം 99,120 കിട്ടും. അതേപോലെ 1,60,000 ഇൻറ്റു 0.751 ചെയ്യുമ്പം 1,20,160 വരും. അതേപോലെ 2,40,000 2,40,000 ഇൻറ്റു 0.683 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,63,920 വരും. അതുപോലെ 1,60,000 ഇൻറ്റു 0.621 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 99,360 കിട്ടും. ഇതുവരെ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ ടോട്ടൽ പ്രസന്റ് വാല്യൂ എന്ന് പറയാം. ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. ക്യാഷ് ഇൻഫ്ലോനെ CA എന്ന് എഴുതാണ്, ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഒരു 5,18,920 എന്ന് വരും. എത്രയാണ്, 5,18,920 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആണ് കിട്ടിയത്. അതിൽ നിന്ന് നമ്മൾ എന്തോ കുറയ്ക്കണമെന്ന്, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ കുറയ്ക്കണം അല്ലേ. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ആണ് നമ്മൾ കുറയ്ക്കുന്നത്. അപ്പം പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയുടെ എമൗണ്ട് എത്രയാണ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, 4 ലക്ഷം രൂപയാണ് അല്ലേ. 4 ലക്ഷം രൂപ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോജക്റ്റിന് വേണ്ടി ചിലവായ എമൗണ്ട്, അത് കോസ്റ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ 4 ലക്ഷം രൂപ നമ്മൾ എമൗണ്ട് നമ്മൾ കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് എത്ര ഇവിടെ കിട്ടുന്ന പ്ലസ് പോസിറ്റീവ് 18,920 ആണ് ഇവിടുത്തെ നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയാം അല്ലേ. നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ മെഷീൻ എക്സിൻ്റെ നെറ്റ് പ്രസന്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അത് എത്ര, 18,920 ആണ് അവിടുത്തെ നെറ്റ് പ്രസന്റ് വാല്യൂ. ഇനി അതേപോലെ നമ്മൾ ഇവിടുത്തെ നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കുക. അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്.
ഈ 1,20,000 ഇൻറ്റു 0.909 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കൊരു 1,09,080 കിട്ടും. 9,080 കിട്ടും. അതേപോലെ നമ്മൾ ഈ 1,60,000 ഇൻറ്റു 0.8266 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും 1,32,160 കിട്ടും. അതേപോലെ 2 lakh ഇൻറ്റു 0.751 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും 1,50,200 കിട്ടും. അതുപോലെ 1,20,000 ഇൻറ്റു 0.683 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും 81,960 വരും. അതുപോലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 80,000 ഇൻറ്റു 0.621 മൾട്ടിപ്ലൈ ചെയ്യുമ്പം 49,680 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെയും ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ കണ്ടുപിടിക്കാം. ടോട്ടൽ പി വി പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര കിട്ടും നോക്കാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 1,10,980 1,980 1,32,160 പ്ലസ് 1,50,200 81,960 49,680 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 5,23,080 എന്ന് കിട്ടും. 5,23,080 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്തോ കുറയ്ക്കണം, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ കോസ്റ്റ് നമ്മൾ കുറയ്ക്കണം. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണ്? നമുക്ക് രണ്ടിലും അവൈലബിൾ ഈച്ച് കോസ്റ്റിംഗ് റുപ്പീസ് 4 lakh. അതായത് മെഷീൻ എക്സിന് നമുക്ക് ചിലവായ എമൗണ്ട് 4 lakh ആണ്. മെഷീൻ വൈന് നമ്മൾ ചിലവായ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 4 lakh rupees തന്നെയാണ്. അപ്പോൾ ഇതിൽ 4 lakh നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും അല്ലേ? 4 lakh കുറയ്ക്കും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നെറ്റ് പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ NPV നെറ്റ് പ്രസൻറ്റ് വാല്യൂ എത്ര കിട്ടും? ഒരു പ്ലസ് 23,080 കിട്ടും അല്ലേ? 23,080 കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം, മെഷീൻ എക്സിന് നമുക്ക് കിട്ടിയ നെറ്റ് പ്രസൻറ്റ് വാല്യൂ 18,920 ആണ്. മെഷീൻ വൈന് നമുക്ക് കിട്ടിയ വാല്യൂ 23,080. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഏതിനാണ് കൂടുതൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ? അത് ഏറ്റവും കൂടുതലുള്ള നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഉള്ള മെഷീൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. കുറവുള്ള നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഉള്ള മെഷീൻ നമ്മൾ റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ കൂടുതലുള്ള മെഷീൻ വൈനാണ്. മെഷീൻ എക്സിന് നമുക്ക് എന്തുവാണ്? കുറച്ച് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഉള്ളൂ. അപ്പം മെഷീൻ വിത്ത് ലാർജർ NPV ഈസ് അക്സെപ്റ്റഡ്. അതായത് ദാറ്റ് ഈസ് മെഷീൻ Y is higher profitable so it is accepted. ഇപ്പോൾ കൂടുതൽ നമുക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഉള്ള മെഷീൻ ആയിരിക്കും കൂടുതൽ ലാഭം കിട്ടുക. അതുകൊണ്ട് തന്നെ മെഷീൻ Y നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും, മെഷീൻ എക്സ് നമ്മൾ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു. അപ്പം ബാക്കി നമുക്ക് ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പഠിച്ച കാര്യം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ആദ്യം 2 മെത്തേഡ് ഓഫ് പഠിച്ചായിരുന്നു. ഒന്ന് നമ്മൾ പേ ബാക്ക് പീരീഡ് മെത്തേഡ്. പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോജക്റ്റിൽ നമ്മളെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ പ്രോജക്റ്റിന് ചിലവായ കോസ്റ്റ് നമ്മൾ എത്ര വർഷം കൊണ്ട് റിക്കവർ ചെയ്യും, അതിനെയാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ആ പേ ബാക്ക് പീരീഡിൽ നമുക്ക് ഓരോ വർഷവും ഇപ്പോൾ ഒരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഓരോ വർഷവും നമുക്ക് ഓരോ വർഷവും ഒരു വരുമാനം കിട്ടും. നമ്മളൊരു ഫ്യൂച്ചറിൽ നമുക്ക് ഇത്ര വരുമാനം കിട്ടും നമ്മളെന്ന് എസ്റ്റിമേറ്റ് ചെയ്യും. ആ എസ്റ്റിമേറ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ ആണ്. അതായത് നമുക്ക് കിട്ടുന്ന ലാഭത്തിന് നമ്മൾ ടാക്സ് ചാർജ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള എമൗണ്ടാണ് നമ്മൾ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാൻ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ സെയിം ആണ്, എല്ലാ വർഷവും നമുക്ക് കിട്ടുന്ന ആനുവൽ ക്യാഷ് ഇൻഫ്ലോ സെയിം ആണെങ്കിൽ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആണ്. പക്ഷേ ഓരോ വർഷം നമുക്ക് ഈ പ്രോജക്റ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറവാണ് അല്ലെങ്കിൽ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ സെയിം അല്ല എങ്കിൽ നമുക്ക് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കണം. ഏത് വർഷമാണോ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോവിനോട് നമ്മുടെ കോസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ആ പ്രോജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത കോസ്റ്റ് ഈക്വൽ ആവുന്നത്, ആ വർഷത്തെ
അതായിരിക്കും ആ വർഷത്തെ എന്തുവാണ് എത്ര ആ വർഷത്തിലെ പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ ഏത് വർഷമാണോ നമ്മുടെ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോയും കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റും ഈക്വൽ ആവുന്നത്, അതാണ് ആ വർഷത്തെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നോക്കി, വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ്. പിന്നെ നമ്മൾ പഠിച്ച രണ്ടാമത്തെ മെത്തേഡ് ഇന്ന് പഠിച്ചത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡാണ്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡിൽ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണീനെ നമ്മൾ കൺസിഡർ ചെയ്യും. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ ഇന്ന് കിട്ടുന്ന 1 രൂപ അല്ലെങ്കിൽ ഇന്ന് കിട്ടുന്ന 100 രൂപ എന്ന് പറഞ്ഞാൽ നാളെ കിട്ടാൻ പോകുന്ന 1 രൂപ അല്ലെങ്കിൽ 100 രൂപയേക്കാൾ വില കൂടുതലായിരിക്കും. അതായത് വർഷം തോറും സമയം പോകും തോറും അല്ലെങ്കിൽ വർഷം തോറും നമ്മളെ ഈ പൈസയുടെ അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറയാം. അപ്പം ഈ ടൈം വാല്യൂ ഓഫ് മണീനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് നെറ്റ് പ്രസൻറ്റ് ക്യാഷ് ഇൻഫ്ലോ ആക്കി മാറ്റും. അതായത് നാളെ നമ്മൾ ഈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, നമ്മളൊരു ബിസിനസ്സിൽ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് ഭാവിയിൽ ഇത്ര വരുമാനം കിട്ടും, 2 വർഷം കഴിഞ്ഞ് ഒരു 2 ലക്ഷം രൂപ കിട്ടും എന്ന് നമ്മൾ എന്തുവാണ് എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ നാളെ നമുക്ക് 1 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് 500 രൂപ കിട്ടുമെങ്കിൽ അതിൻ്റെ ഇന്നത്തെ വില കണ്ടുപിടിക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ടൈം വാല്യൂ ഓഫ് മണി ഈസ് ഡിസ്കൗണ്ടഡ് ടു നെറ്റ് പ്രസൻറ്റ് ക്യാഷ് ഇൻഫ്ലോ. അതായത് 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് 500 രൂപ കിട്ടുമെങ്കിൽ ആ 2 വർഷം കഴിഞ്ഞ് കിട്ടാൻ പോകുന്ന 500 രൂപയുടെ ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ പറയുക ടൈം വാല്യൂ ഓഫ് മണി ഈസ് ഡിസ്കൗണ്ടഡ് ടു നെറ്റ് പ്രസൻറ്റ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്ന വരുമാനം, അതായത് നമ്മൾ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, ആ പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്ന വരുമാനത്തിൻ്റെ സമ്മാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഭാവിയിൽ എല്ലാം കിട്ടാൻ പോകുന്ന വരുമാനം ഉണ്ടല്ലോ, നമുക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്ന വരുമാനത്തിൻ്റെ ഇന്നത്തെ വാല്യൂവിനെയാണ് നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എത്ര എമൗണ്ടാണ് നമ്മൾ ആ പ്രോജക്റ്റിൽ ഇന്ന് ആ പ്രോജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിനെയാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഓൾ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്. അത് ബേസ് ചെയ്ത് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തായിരുന്നു, 2 പ്രോബ്ലംസ് ചെയ്തായിരുന്നു, പിന്നെ 2 മെഷീൻസ് കമ്പയർ ആയിട്ടുള്ള പ്രോബ്ലം ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി മെത്തേഡ്സ് ആയ എന്തൊക്കെ നമുക്ക് ബാക്കി മെത്തേഡ്സ് ആയ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ഇതെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ താങ്ക് യു.